ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് തന്നെ പറയണത് 2 A4 ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ് മറ്റേത്. അപ്പോൾ എല്ലാത്തിനും പ്രോസസ്സ് ചെയ്ത് തന്നെ. അപ്പോൾ ഞാനിവിടെ ഒരു അര A4 ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു കുഞ്ഞു ഫ്രെയിമാണ് കിട്ടുക. അപ്പോൾ ഒരു A4 ഷീറ്റ് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പെയിൻറ്റിങ്ങിന് ചെയ്യണ ഒരു പെൺകുട്ടിയില്ല, അതേപോലെ കിട്ടും. 2 A4 ഷീറ്റ് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീടിൻ്റെ കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ വരുന്ന 4 ലൈൻസ് വരയ്ക്കുക എല്ലാ സൈഡിലും. എന്നിട്ട് ഗ്രിഡ് പോലെ വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കണ്ടോ അവിടെ ഞാൻ കാണിക്കുന്നുണ്ട്, 1 സെൻറ്റിമീറ്റർ വരുന്നത് ഹൈറ്റ് വരച്ചിട്ട് 2 കോർണേഴ്സിലുമായിട്ട് വരച്ച് കൊടുക്കണം. അതെല്ലാതും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇതേപോലെ എല്ലാതും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വരിക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മടക്കി കൊടുക്കുക. ആ ഒരു ലൈൻ മടക്കുമ്പോൾ എളുപ്പമായിട്ട് വരാനാണ്. അപ്പോൾ ആ ഒരു ലൈൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഇതേ പ്രോസസ്സാണ് ഏത് വലുപ്പമുള്ള ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാനും. അപ്പോൾ ഇത് പശ വയ്ക്കുക, എന്നിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ റോളിലൊന്നും ഇട്ടില്ല, കുറച്ച് നേരം പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ മറ്റേ ലിക്വിഡ് ഗ്ലൂ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ മതി. ഞാൻ അവിടെ സ്റ്റിക്ക് ഗ്ലൂ യൂസ് ചെയ്തേനെ. എന്നിട്ട് അതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോർണേഴ്സൊക്കെ ഒന്ന് അടുത്തിരിക്കാൻ ഇത്തിരി കൂടി നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടേപ്പും കൂടി ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ സെല്ലോ ടേപ്പ്, ക്ലിയർ ടേപ്പ്, അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഫ്രെയിം അവിടെ റെഡിയാണ്. പിന്നെ ഒന്ന് ഡ്രോയിങ് ആണ്. പിന്നെ അറ്റത്ത് ബ്ലാക്ക് വരയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഫുള്ള് വൈറ്റ് ആകുമ്പോൾ നമുക്കധികം ഒരു വൈറ്റ് കൂടി പോലെ തോന്നും. അപ്പോൾ ഒരു ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത്തിരി കൂടി ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ ചെയ്യണത് ഒരു ഫോട്ടോ വേണമായിരുന്നു. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ പോയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ട്രേസാണ്, വരയ്ക്കുന്നില്ല, ട്രേസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാനിത് അന്വേഷിച്ച് ലാസ്റ്റ് ഏതോ ഒരു പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പിക്ചറാണ് എടുത്തത്. അത് ഞാൻ ട്രേസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോട്ടോ ഫ്രെയിം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.